ഹലോ ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ വെച്ചിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം മാങ്ങയുടെ തോലൊക്കെ ചെത്തിയതിൻ്റെ പഴുപ്പ് എടുത്തതിന് ശേഷം അത് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. പിന്നെ അപ്പം തന്നെ അതവിടെ വെച്ചിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് പഞ്ചാര ഇട്ടിട്ട് മാങ്ങയുടെ കുറച്ച് ഞാനവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്നു. ഈ മാംഗോയിൽ ഇങ്ങനെ കടിക്കാനൊക്കെ എന്തെങ്കിലും വേണ്ട മാംഗോയിലല്ല ഐസ്ക്രീമിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് അത് ഈ പഞ്ചാരയിലിട്ടിട്ട് നല്ലോണം ഒന്ന് തിക്കായി വരുന്ന വരെ നമ്മൾ അടുപ്പത്തിട്ട് നല്ലോണം ഒന്ന് ഇതാക്കിയെടുക്കണം. അങ്ങനെ ഇതാക്കി വന്നപ്പോഴത്തേന് നമ്മളെ മാങ്ങ നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നല്ല തിക്കായി വരണം. എന്നിട്ട് നമ്മളത് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കണം. ആ പാത്രം മുകളിൽ നിന്ന് പിടിച്ചിട്ട് നമ്മൾ ആ പാത്രത്തിലേക്ക് തന്നെ ഈ മാങ്ങ അടിച്ചത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമും ആ മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഈ അടിച്ചെടുത്ത മാങ്ങയ്ക്ക് അത് ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ഇതാക്കി വെച്ചിട്ടുള്ള മാങ്ങയിൽ ചെറുതാക്കി കട്ടി വെച്ചിട്ടുള്ള അതും അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി സെറ്റായി കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തേക്ക് ഇത് മാറ്റണം. പിന്നെ ഞാൻ കുറച്ചൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചു, ഇനികൾക്ക് കാണുമ്പോൾ തിന്നാനും തോന്നാൻ വേണ്ടിയിട്ട്. പിന്നെ അടുക്കള ഫുള്ള് ഞാൻ ഇതാക്കി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ അമ്മമാരുടെ സ്വഭാവമൊക്കെ മാറും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അതൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി കൊടുത്ത് നമ്മളെ മാങ്ങ സെറ്റായി 2-3 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ തന്നെ അടിപൊളിയാവും.